നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫയലിനെ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ബുക്ക് 1 എന്നുള്ള ടൈറ്റിൽ കാണാം, ടൈറ്റിൽ ബാറിൽ ബുക്ക് 1 എക്സൽ എന്ന് കാണാം. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു വർക്ക് ബുക്കാണ്, അതിൽ ഡാറ്റ എൻ്റർ ചെയ്തു നമ്മൾ. അത് മാത്രമല്ല അൺഡു റീഡു പഠിച്ചു, കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് പഠിച്ചു, മറ്റു കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ഒരു ഡാറ്റ സേവ് ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തു, അതിനുശേഷം ഇത് സേവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്വിക്ക് ആക്സസ് ബാറിലെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് കാണാൻ പറ്റും സേവ് ബട്ടൺ ആണിത്. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+S കീ ഒരുമിച്ച് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ബാക്ക് സ്റ്റേജ് വ്യൂ വരും. അതായത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്താൽ വരുന്ന ഈ ഭാഗത്തെയാണ് ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹോം, ന്യൂ, ഓപ്പൺ, ഇതേപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സേവ്, സേവാസ്, പ്രിന്റ്, ഷെയർ, എക്സ്പോർട്ട്, പബ്ലിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് സേവ് ചെയ്യാനാണെങ്കിൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ബ്രൗസ് പോവുക. ബ്രൗസിൽ പോയിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എച്ചിന് പകരം അല്ലെങ്കിൽ എച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫയലിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ എൻ്ററിങ് ഡാറ്റ എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സേവ് ആകും. ഇവിടെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം \/ ഇതിൽ ആഡ് ചെയ്യരുത്. നമുക്ക് അണ്ടർസ്കോറോ അതുപോലെ ഹൈഫണോ ഒക്കെ നമുക്ക് പേരിൽ കൊടുക്കാം. അതായത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം, അണ്ടർസ്കോർ ടൈപ്പ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ കൊടുക്കാം. എന്നാൽ \/ ഇതിൽ നമ്മൾ ക്യാരക്ടർ യൂസ് ചെയ്യരുത്. ഇതാണ് നമ്മൾ ഫയൽ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ സേവ് ചെയ്യുന്ന ഇപ്പോൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തു, ഫയലിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം സേവ് ആസ് ടൈപ്പ് എന്നുള്ളത് എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ വേർഷനിലാണ് ഇത് സേവ് ആവുക. ഇവിടെ സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ എക്സൽ വർക്ക് ബുക്കാണ് സെലക്ട് ചെയ്തത്. എന്നാൽ നമ്മൾ ഈ ഫയലിനെ പഴയ എക്സൽ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ, അതായത് 2003 മുമ്പുള്ള എക്സൽ സോഫ്റ്റ്വെയറുകളിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എക്സൽ 97/2003 വർക്ക് ബുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് പിന്നീട് ആ ഒരു സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു വേർഷനിൽ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. അതുകൊണ്ട് എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുന്നു. ഡിഫാൾട്ടായിട്ട് എക്സൽ വർക്ക് ബുക്ക് ആയിരിക്കും. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞത് ഇത് ഇത്രയാണ്. ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ഫയൽ ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് ബട്ടൺ എടുക്കുക. ഇവിടെ നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, നമുക്ക് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ എച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു. ഫയൽ നെയിം എന്നുള്ളിടത്ത് പേര് നൽകുന്നു. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ \/ ഇതിൽ വരരുത്. ബാക്കി നമുക്ക് അണ്ടർസ്കോറോ അല്ലെങ്കിൽ ഹൈഫണൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുക. നമ്പേഴ്സൊക്കെ നമുക്ക് പേരായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി സേവ് ആസ് ടൈപ്പ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പഴയ വേർഷനിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ എക്സൽ 97/2003 എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എക്സൽ വർക്ക് ബുക്ക് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എൻ്ററിങ് ഡാറ്റ .xls എക്സൽ എന്നുള്ളത്. അപ്പോൾ ടൈറ്റിൽ ബാറിൽ നമ്മൾ സേവ് ചെയ്ത പേര് ഡിസ്പ്ലേ ചെയ്തു. ഇനി നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഫയലിൽ പോയിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആവും. അതായത് ഓൾറെഡി പേര് കൊടുത്തുകൊണ്ട് പിന്നീട് നമ്മൾ പേര് കൊടുക്കേണ്ടതില്ല. ആ ഡാറ്റ ആ ഫയലിലേക്ക് അത് സേവ് ആകും. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+S അമർത്തുക, അല്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പവർ ഫെയിലിയറോ മറ്റോ വരികയാണെങ്കിൽ ആ ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എൻ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ വർക്കുകൾ അതിൽ സേവ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് Ctrl+S കീ, അതായത് സേവ് ചെയ്യാനുള്ള കീ Ctrl+S എന്നുള്ള ഇതാണ്. Ctrl+S അമർത്തിക്കൊണ്ട് ഇടയ്ക്ക് സേവ് ചെയ്യാം. ഇനി ഇങ്ങനെ സേവ് ചെയ്ത ഒരു ഫയൽ മറ്റൊരു പേരിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫയൽ ടാബിൽ പോവുക. ഇവിടെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക.
നേരത്തെ സേവിലാണ് ക്ലിക്ക് ചെയ്ത് വീണ്ടും സേവ് ചെയ്താൽ അതിൻ്റെ മുകളിലേക്കാണ് സേവ് ആവുക. എന്നാൽ മറ്റൊരു പേരിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇതേ പേരിലോ സേവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പോലെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ എങ്കിൽ ആ ലൊക്കേഷനിൽ നമുക്ക് മറ്റൊരു പേരിൽ സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേ പേരിൽ ഇവിടെ നമുക്ക് എവിടെ വേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ എച്ചിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഈ പേരുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പേര് മാറ്റി ചാപ്റ്റർ 1 എന്ന് കൊടുത്തു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ആ ഒരു പേരിൽ ഇപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ചാപ്റ്റർ 1.excelSX എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 1 എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഈ ഫയൽ അല്ലെങ്കിൽ ഈ ഒരു എക്സൽ വർക്ക് ബുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രീതിയിൽ സേവ് ചെയ്തു, വീണ്ടും മറ്റൊരു പേരിൽ അതേ ഫയലിനെ വീണ്ടും സേവ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, ഡാറ്റ ഫിൽ ചെയ്യുന്നത്, അതുപോലെ അൺഡു, റീഡു, അതുപോലെ തന്നെ കമൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.